അത് എൻ്റെ സംഘടനാ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഞാനത് വായിച്ചു നോക്കിയിരുന്നു. അതിൽ അദ്ദേഹം അജയ് തറയിലിനെ പോലെ സീനിയറായൊരു കോൺഗ്രസ് ലീഡർ ചെയ്യരുതാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം അടിസ്ഥാനരഹിതമായ വ്യക്തിഹത്യയാണ് ആ പോസ്റ്റിലൂടെ അദ്ദേഹം നടത്തുന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് പോലും തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ദളിത് ക്രിസ്ത്യാനിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വ്യഗ്രതയിൽ എൻ്റെ അച്ഛൻ വരെ മാറിപ്പോയിരിക്കുന്നു, അമ്മ വരെ മാറിപ്പോയിരിക്കുന്നു. യഥാർത്ഥ അയാൾക്കെതിരെ വലിയൊരു നിയമ നടപടിക്കുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുക ഒട്ടും സീരിയസ് അല്ലാതെ കൃത്യമായ വിവരം ശേഖരിക്കാതെ നിരുത്തരവാദപരമായി ചെയ്ത ഒരു പോസ്റ്റാണ്. കാരണം അദ്ദേഹം ഗുരുതരമായ 2-3 ആരോപണങ്ങൾ, ഞാൻ വ്യക്തി എന്ന നിലക്ക് വളരെ മോശപ്പെട്ട ഒരാളാണെന്നാണ്, വ്യക്തി അധിക്ഷേപം നടത്തുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ആ പോസ്റ്റിലൂടെ ചെയ്യുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഒത്തിരി പേര് സ്ഥാനാർത്ഥിയാകും എന്ന് വിചാരിച്ചു. സ്ഥാനാർത്ഥിയാകാതെ പോയവരുണ്ട്, സ്ഥാനാർത്ഥിത്വം കിട്ടിയവരുണ്ട്, അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായവരുണ്ട്. PK ശശി പോലെ ഗുരുതരമായ ലൈംഗികാരോപണമുള്ള ആൾക്ക് UDF പിന്തുണ കൊടുത്തിട്ടുണ്ട്, G സുധാകരന് പിന്തുണ കൊടുത്തിട്ടുണ്ട്, പലരും BJPയിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. ഞാൻ UDFൻ്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നാണ് കേരളത്തിൽ ചർച്ച ചെയ്ത കാര്യം. സാധ്യതയുണ്ടെന്നാണ്. ആകുമെന്ന് കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. മീഡിയയും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. സാധ്യതയുണ്ട്. അപ്പോൾ മീഡിയ എന്നോട് ചോദിക്കുന്നു, അങ്ങനെ ചർച്ച വല്ലതും നടന്നു? എനിക്കങ്ങനെ നുണ പറഞ്ഞ് വലിയ ശീലമില്ലാത്തതുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ വാർത്ത പിന്നെ പ്രചരിച്ചു. ഇതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാൻ സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് വൈക്കത്തെ പ്രവർത്തനം നടത്തിയെന്നാണ്. തെളിയിക്കട്ടെ. അയാളെ ഞാൻ വെല്ലുവിളിക്കും ആ കാര്യത്തിൽ. ഞാൻ പറഞ്ഞ ഒരു വാക്യത്തിൽ ഞാൻ വൈക്കത്തെ UDF സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ തെളിയിക്കട്ടെ. വൈക്കത്ത് ഞാൻ പ്രവർത്തനം നടത്തിയെന്ന് അയാൾ പറയുന്നത്, ഞാൻ എന്ത് പ്രവർത്തനമാണ് നടത്തിയത് എന്ന് അദ്ദേഹം തെളിയിക്കട്ടെ, പറയട്ടെ. അപ്പോൾ ഇത് വെറുതെ പറയുന്നൊരു കാര്യമാണ്, ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ ഞാൻ ദളിത് ക്രിസ്ത്യാനിയാണ്, ദളിത് ക്രിസ്ത്യാനികൾക്ക് സീറ്റ് കൊടുക്കുകയല്ല, പട്ടികജാതിക്കാർക്കേ കൊടുക്കൂ എന്നാണ് അയാളുടെ വാദം. ഇതൊന്നും അറിയാൻ പാടില്ലാതെയാണോ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്? ഇയാൾ എന്ത് പൊട്ടനാണ് ഇയാളിതൊക്കെ പറയും? ഞങ്ങളൊന്നും ഇത് അറിയാൻ പാടില്ലാതെ ജീവിക്കുന്ന ആളാണോ? എൻ്റെ കുടുംബത്തിൽ ഞാൻ ദളിത് ക്രിസ്ത്യാനിയായിട്ട് റെക്കോർഡിൽ ദളിത് ക്രിസ്ത്യാനിയായിട്ട് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. ഈ ഇന്ത്യയിലൊരു നിയമമുണ്ട്, മറ്റ് മതങ്ങളിൽ പോയവർക്ക് തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് റീകൺവേർട്ട് ചെയ്യാനൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ റീകൺവേർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അത് ഇന്ത്യയിലൊരു കുറ്റമോ തെറ്റോ അല്ല. അവനത് ചെയ്തത് ഇത്ര വലിയ കുറ്റമായിട്ട് ഇയാളെ പറയുന്നത്. ദളിത് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഇവരെല്ലാം ഏതാണ്ട് 25 ലക്ഷത്തോളം വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതിൽപ്പെടുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ആക്ഷേപകരമായി ഇവർ പറയുന്നത് എന്തിനാണ്? ഞാൻ ദളിത് ക്രിസ്ത്യാനിയാണ്. ഇവർക്ക് തന്നെ ഈ അജയ് തറയിലിനും കോൺഗ്രസ് നേതാക്കൾക്കും എന്താ പ്രശ്നം? ഞാൻ യഥാർത്ഥത്തിൽ റീകൺവേർട്ട് ചെയ്ത് പുതിയ പേര് സ്വീകരിച്ച ഒരാളാണ്. ഇത് ഞാൻ എവിടെയും മറച്ചു വെച്ചിട്ടില്ല, തുറന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളാണ്. ഇയാൾ പറയുന്ന കേട്ടാൽ ഞാനിതൊക്കെ മറച്ചു വെച്ച് എന്തോ കാര്യങ്ങൾ നേടുകയാണ്. ദളിത് ക്രിസ്ത്യാനി ആയത് വലിയൊരു കുഴപ്പമാണ്, അവരെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറഞ്ഞത്. പറയണത് ജോലി മേടിക്കാൻ വേണ്ടി ആണ് മതം മാറിയത്, ഹിന്ദുക്കളുടെ സംവരണം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ദളിത് ക്രിസ്ത്യാനിയായ ഞാൻ മതം മാറി പുതിയ പേര് സ്വീകരിച്ചു. ഇതാണ് എന്തോ പുതിയ കണ്ടുപിടുത്തം പോലെ അയാൾ എഴുന്നള്ളിക്കുന്നത്. അയാൾ മനസ്സിലാക്കേണ്ട ആദ്യം അയാൾ ഇന്ത്യയിലെ നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, ഏറ്റവും മിനിമം. അപ്പോൾ ഞാൻ റീകൺവേർട്ട് ചെയ്ത് ജോലിക്ക് വേണ്ടിയാണെങ്കിൽ തന്നെ എന്താണെന്നേ കുഴപ്പം? അജയ് തറയിലല്ലല്ലോ എനിക്ക് ജോലി തരുന്നത്, കോൺഗ്രസ്സും അല്ല എനിക്ക് ജോലി തരുന്നത്, ഇന്ത്യ ഗവൺമെൻറ്റാണ് എനിക്ക് ജോലി തരുന്നത്, കേരളത്തിലെ ഗവൺമെൻറ്റാണ് എനിക്ക് ജോലി തരുന്നത്. അതല്ലാതെ ഇവരുടെ ആരും സ്വകാര്യ ജോലിയിലല്ലല്ലോ നമ്മൾ പോയി ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോലിക്ക് വേണ്ടിയാണെങ്കിൽ പോലും അത് ഇന്ത്യക്കകത്തൊരു കുറ്റമൊന്നുമല്ല. പക്ഷേ ഈ അജയ് തറയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്കിൽ വിജയിക്കുകയും
സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ആദ്യത്തെ എഴുത്തിൽ തന്നെ പാസ്സായ ഒരാളാണ് ഞാൻ. എനിക്ക് കേരളത്തിലൊരു സാധാരണ ജോലി മേടിക്കാൻ ഒരു മതവും മാറേണ്ട കാര്യമില്ല, ഒരു മതവും. അത് വേറൊരു സാഹചര്യത്തിൽ സംഭവിച്ചൊരു കാര്യം. എനിക്കത് കേരളത്തിൽ അങ്ങനെ വിശദീകരിച്ച് നടക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ദളിത് ക്രിസ്ത്യാനിയാണ് കുഴപ്പമാണെന്ന്. രണ്ടാമത്തേതാണ് ഗുരുതരമായ വ്യക്തിഹത്യ എന്ന് പറഞ്ഞു. ഞാൻ തോക്കുന്ന വൈക്കം മണ്ഡലം തിരഞ്ഞെടുത്ത് അവിടെ സ്ഥാനാർത്ഥിയായി പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളൂ. ഇയാൾക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നു തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു, 61 വയസ്സായി. ഒരു സാമ്പത്തിക ആരോപണത്തിനും വിധേയനാകാത്ത ഒരാളാണ് ഞാൻ. ഒരു തരത്തിലുള്ള സാമ്പത്തിക ആരോപണം. ലക്ഷക്കണക്കിന് രൂപയുടെ സാമൂഹിക ജീവിതം നടത്തിയ ഒരാളാണ് ഞാൻ. ഇയാൾ പറഞ്ഞു ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി. ഇയാൾ വിചാരിക്കും എനിക്ക് കാശുണ്ടാക്കേണ്ട കാര്യം ഇനി ജീവിതത്തിലില്ലെന്ന്. അതാണ് കേരളത്തിലെ അജയ് തറയിലടക്കമുള്ള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എനിക്കിനി പുറത്തുനിന്നൊരു 5 പൈസ കിട്ടിയില്ലെങ്കിലും മരിക്കുന്നവരെ ജീവിക്കാനുള്ള പൈസയും സംവിധാനവും ഉള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അജയ് തറലിനെ പോലെ സാമൂഹ്യ പ്രവർത്തനം നടത്തി ജീവിച്ച ആളല്ല, ജീവിച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ. ഇത് രണ്ടാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അജയ് തറയിലും സംഘവും ഇതുപോലുള്ള കലാപരിപാടി നടത്തുന്നുണ്ടാവും. സ്ഥാനാർത്ഥിയെ നിർത്തുക, പിരിക്കുക, അധിക പൈസ ഉണ്ടാക്കുക, വീതം വെക്കുക, ഇതൊക്കെ വൈക്കമടക്കമുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിലും നടക്കുന്നുണ്ടെന്ന് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ഇത് ചെയ്യാനാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് എന്ന് പറയുന്നത്. എനിക്ക് പൈസ വേണ്ടെന്നേ. എൻ്റെ സംഘടന, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമുദായ മുന്നണി 53 ലക്ഷം രൂപയാണ് സംഘടിപ്പിച്ചത്. അവർക്ക് വലിയൊരു ഫണ്ട് കളക്ട് ചെയ്തതല്ല, സ്വർണം പണയം വെച്ചു സ്വകാര്യമായി അവർ സൂക്ഷിച്ചിരുന്ന പണം തിരിച്ചെടുത്ത് 53 ലക്ഷം രൂപ. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി 50 ലക്ഷം രൂപ മുടക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അജയ് തറയിലിനൊരു വിചാരമുണ്ട്, കേരളത്തിലെ ദളിതരെല്ലാം അർത്ഥപഠിണിക്കാരും പൈസയുടെ പുറകെ പോകുന്നവരുമാണെന്ന്. അതൊക്കെ പണ്ട്. ആ പരിപാടി നിർത്തിക്കണമെന്നാണ് ഞാൻ പറയണത്. ഇത്തരം ആക്ഷേപങ്ങൾ നിർത്തണം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ഗൗരവമായ ഒരു ആരോപണം, തോൽക്കുന്ന സീറ്റിൽ നിൽക്കാൻ അയാൾ ശ്രമിച്ചു. അയാൾ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതുണ്ടായിട്ടില്ല. ഏതാ ഈ തോക്കുന്ന സീറ്റും, പെർമനൻ്റായിട്ട് തോക്കുന്ന സീറ്റും ജയിക്കുന്ന സീറ്റും അങ്ങനെ കേരളത്തിലുണ്ടോ? കരുണാകരൻ തൃശ്ശൂർ തോറ്റിട്ടുണ്ടല്ലോ, സാക്ഷാൽ അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റിട്ടുണ്ടല്ലോ, സാക്ഷാൽ ഇന്ദിരാഗാന്ധി ഇന്ത്യക്കകത്ത് തോറ്റിട്ടുണ്ടല്ലോ. ഇവരെന്ത് ഈ പറയുന്നത്? ഇവർ നിന്നാൽ ജയിക്കത്തില്ല. വൈക്കത്ത് ഇവർ നിന്നാൽ ജയിക്കില്ലായിരിക്കും. പക്ഷെ ഞാൻ നിന്നാൽ ജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് 30 വർഷം 60 വർഷം CPI കയ്യിൽ വെച്ചിരിക്കുന്ന സീറ്റ് ജയിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഈ സംഭവം ചെയ്തത്. അത് തോറ്റ സീറ്റ് നമ്മൾ പോയി ചോദിച്ച് മേടിച്ചതാണെന്നൊക്കെ വിധം, അത് പൈസ ഉണ്ടാക്കാനാണെന്ന വിധം ഒരു വളരെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് സമാധാനം പറയണം. ഇതുപോലെ വ്യക്തിഹത്യയല്ല രാഷ്ട്രീയമെന്ന് അയാൾ മനസ്സിലാക്കണം. ദളിതർ അക്കാര്യത്തിൽ ഈ സീറ്റിൽ എനിക്ക് സ്ഥാനാർത്ഥിത്വം ഇല്ലാതെ വരികയും CK ജാനുവിനെ പുറന്തള്ളുകയും ചെയ്തതിൽ ദളിതരും ആദിവാസികൾക്കും വലിയ വിക്ഷോഭമുണ്ട്. അവർക്കൊരു ക്ഷോഭമുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ ആ ജനവിഭാഗത്തിൻ്റെ. അതിനെ മൂർച്ഛിപ്പിക്കുന്ന പണിയിലാണ് അജയ് തറയിൽ എത്തിയിരിക്കും. ഇപ്പം ചെയ്യുന്ന പണി അതാണ്. എന്നെ അസഭ്യം പറഞ്ഞാൽ ദളിത് വോട്ട് കിട്ടും എന്നാണ് അജയ് തറയിൽ വിചാരിക്കുന്നത്. അയാളത് ചെയ്യട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ വ്യക്തിപരമായ കാര്യങ്ങൾ നിരുത്തരവാദപരമായി എഴുതിപ്പിടിപ്പിച്ച്, ഞാൻ വേറെ ഒരു മനുഷ്യൻ്റെ മകനാണെന്നാണ് അയാൾ എഴുതിയിരിക്കുന്നത്. അയാൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കണ്ടേ? കേസ് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇത് രാഷ്ട്രീയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയേ ഉള്ളൂ.